അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ മതസ്ഥർക്കും. കാരണം എന്താണെന്നറിയുമോ, നമുക്ക് വെക്കേഷനായി 10 ദിവസത്തെ, പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കേക്ക് മുറിക്കൽ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ് ക്രിസ്മസ്. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം എനിക്കും എല്ലാവരും വീട്ടിലെത്തി, അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി പെറുക്കിയെടുത്തു. എന്താ നല്ല തിരക്കുമായിരുന്നു, എന്നാൽ നല്ല സന്തോഷമായിരുന്നു മനസ്സ് നിറയെ. അങ്ങനെ ക്രിസ്മസൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു. പിന്നെ നമുക്കിനി എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. അങ്ങനെ ഇലയൊക്കെ നന്നായി വാട്ടിയെടുത്തു. ആദ്യം എന്താണെന്നറിയോ നമ്മൾ വെച്ച് കൊടുത്തത്, നല്ല കേക്ക് ഞാൻ ഒരു 6-7 കേക്ക് ഉണ്ടാക്കിയായിരുന്നു. കാരണം നമുക്ക് അടുത്തുള്ളവർക്കും പിന്നെ സുഖമില്ലാതെ കിടക്കുന്ന കുറേ പേർക്കും ഒക്കെ എത്തിക്കാനുണ്ടായിരുന്നു. അവരുടെ വീടുകളിലൊക്കെ അത് എത്തിച്ചു. പിന്നെ ഇത് രണ്ടാമത് പിടിയാണ് കേട്ടോ. ക്രിസ്ത്യൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് പിടി കോഴിയിറച്ചി. പക്ഷേ എനിക്ക് കഴിച്ചിട്ട് ഇത്തിരി ടേസ്റ്റ് തോന്നിയ ബീഫാണ്. അതുകൊണ്ടാണ് ഞാൻ ബീഫ് ഒഴിച്ചത് കേട്ടോ. പിടിയും ബീഫ് കറിയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ബീഫുമായിരുന്നു നമുക്ക് കിട്ടിയത്, നല്ല ബീഫുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുപോകുമ്പോഴേ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ എല്ലാ ജാതി മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ ദൈവങ്ങളിലും എനിക്ക് വിശ്വാസമാണ്. കാരണം എല്ലാ ദൈവവും ഒരുപോലെയാണെന്ന് എനിക്കറിയാം. അപ്പം നല്ല പൂ പോലത്തെ പാലപ്പം കണ്ടോ പാലപ്പത്തിൻ്റെ കളറിലെ പെണ്ണെന്നൊക്കെ പറയൂലേ, അപ്പോൾ അതിൻ്റെ കളർ എന്താണെന്ന് മനസ്സിലായില്ലോ. അപ്പം പൂ പോലത്തെ പാലപ്പവും നല്ല ഒന്നാം തരം താറാവ് റോസ്റ്റും കൂടെ വന്നവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു കേട്ടോ അത്. പാലപ്പം ഒക്കെ കഴിഞ്ഞിരുന്നു. കാരണം നമുക്ക് വന്ന ആൾക്കാർക്കൊക്കെ കറക്റ്റായിട്ട് വിളമ്പാൻ റെഡിയായിരുന്നു. പിന്നെ നല്ല കപ്പപ്പുഴുക്ക്. അതിനകത്ത് എല്ലാവർക്കും വേണ്ടത് മീൻതലയായിരുന്നു. മീൻതലയ്ക്ക് ഒരടി ഉണ്ടായി കേട്ടോ. അങ്ങനെ മീൻതല അതിനകത്തേക്ക് അങ്ങനെ ചാറോട് കൂടിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. പക്ഷെ ഞങ്ങളിതെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് കഴിച്ചതൊക്കെ കേട്ടോ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത കാരണം ഞാൻ അതിനൊന്നും നിന്നില്ല. അപ്പം നമ്മുടെ മീൻചട്ടി ഉണ്ടല്ലോ, വലിയൊരു മൺചട്ടിയാണ്. അപ്പോൾ അതിൻ്റെ തല ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു. ചുറ്റും നല്ല ഗ്രേവി അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ സന്തോഷം പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തുനിന്ന് പോയത് കേട്ടോ. കുറേ വെറൈറ്റി കേക്കൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. പിന്നെ ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണി വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ചിക്കൻ ബിരിയാണിയും താറാമുട്ട പുഴുങ്ങിയത് വേണമെന്ന് പറഞ്ഞു. പിന്നെ മാങ്ങാച്ചാറ്, സള്ളാസ്, പിന്നെ എന്താണെന്നറിയാമോ, ഇതാ ചിക്കൻ 65, അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തത് കണ്ടോ, അതും അങ്ങനെ എടുത്തു. ഒന്നിനും ആരും ഒരു കുറ്റവും പറഞ്ഞില്ല, കാരണം എല്ലാവരും നല്ല ഷെഫുമാരായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് നല്ല ചോറ്, നല്ല കുഞ്ഞുമണിയും കുത്തരി ചോറിലേക്ക് നല്ല വലിയ സൈബ്രൻസ് വറുത്തതിൻ്റെ ഒരു കഷ്ണം അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതിനകത്തേക്ക് അവർക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു നല്ല മീൻചാറായിരുന്നു. മീൻചാറും ഒരു കഷ്ണവും കൂടി അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു കണ്ടോ. എല്ലാവരും ഒരിലയെന്നാണ് കേട്ടോ കഴിച്ചത്. ഇത് നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തതാണേ. ബീഫ് നന്നായി കറപ്പിച്ച് ഫ്രൈ ചെയ്ത് അവർ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണമായിരുന്നു. ആഹാ എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നതൊക്കെ കേട്ടോ. അപ്പം ബീഫ് ഫ്രൈ ചെയ്തെടുത്തു. അത് നമ്മളൊരു സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ ചട്ടിയോടെ വെച്ച് കൊടുക്കുക, ഇത് ഇഷ്ടത്തിന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നവർക്കും മനസ്സ് നിറയണം, കഴിക്കുന്നവരുടെ മനസ്സ് നിറയുമ്പോഴാണ് ഒരു സന്തോഷം. പിന്നെ മീൻ പൊള്ളിച്ചത് വേണമെന്നായിരുന്നു, അത് ഓയിലൊന്നും ഇല്ലാതെ വേണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്തൊക്കെ ഇട്ട് പൊള്ളിച്ച് ചിരട്ടക്കരിയൊക്കെ ഇട്ട് പൊള്ളിച്ച് അങ്ങനെ എടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ഡിഷ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കണ്ടേ. കേക്ക്, ഇത് മുന്തിരി വൈനാണ് കേട്ടോ, കണ്ടോ. ഇത് ആപ്പിൾ വൈൻ നല്ല വീര്യമാണല്ലോ എപ്പോഴും, അങ്ങനെ തിളച്ചിങ്ങനെ മറിഞ്ഞു നിൽക്കും. നല്ല ചില്ലുകുപ്പിക്കകത്താക്കി ഇതെനിക്ക് അവർ കൊണ്ടുവന്നതാണ് കേട്ടോ. പിടിയും കോഴിയിറച്ചിയും കേക്ക്, അങ്ങനെ തിളയ്ക്കുന്ന ആപ്പിൾ ജ്യൂസ്, ബിരിയാണി, താറാമുട്ട,
ചില്ലി ചിക്കൻ, പിന്നെ ചോറ്, മീൻ കറി, മീൻ വറുത്തത്, മീൻ പൊള്ളിച്ചത്, ബീഫ് ഫ്രൈ, കപ്പയും മീൻ തലയും, അപ്പവും താറാവ് റോസ്റ്റും, പിടിയും ബീഫ് കറിയും. അങ്ങനെ അടിപൊളി ഇതായിരുന്നു കേട്ടോ ക്രിസ്ത്യൻസിൻ്റെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു കമൻ്റൊക്കെ ഇടണം കേട്ടോ, മറക്കണ്ടേ. കുറേ സമയത്തെ ജോലി ചെയ്തല്ലേ ഒരാൾ, അപ്പം എത്രയായാലും റിസൾട്ടൊക്കെ നിങ്ങളല്ലേ തരേണ്ടത്. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് അടിപൊളിയായിരുന്നു.